തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയാൻ, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുവാൻ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ കർത്താവായ യേശുവിനെ ഈ ദിവസം ആരാധിച്ച് നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ, വചനം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിൻ്റെ മക്കളോട് നീ സംസാരിക്കണമേ, ബോധ്യങ്ങൾ നൽകണമേ, ആഴമായ അഭിഷേകങ്ങൾ നൽകണമേ. ഏതെങ്കിലും കെട്ടുകളിലും ബന്ധനങ്ങളിലും കഴിയുന്ന മക്കളുണ്ടെങ്കിൽ കെട്ടുകളെ നീ പൊട്ടിക്കണമേ. നല്ല കുമ്പസാരം നടത്തുവാനും എളിമപ്പെടാനും പ്രാർത്ഥിക്കുവാനും എല്ലാവരും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേൾക്കുവാനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നിൻ്റെ മക്കളെ തടസ്സപ്പെടുത്തുന്ന സകല തിന്മകളുടെ ശക്തികളും യേശുവിൻ്റെ അത്ഭുതനാമത്തിൽ ഈ മക്കളെന്ന് വിട്ടുമാറിപ്പോട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ, യേശുവേ നിൻ്റെ ആത്മാവിനാൽ എല്ലാവരെയും പൂരിതരാക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിൻ്റെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ അപ്പസ്തോലൻ കൊറിന്തോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 6-ാം തിരുവാക്യത്തിലൂടെ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. പൗലോസ് അപ്പസ്തോലൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറിന്തോസിൻ്റെ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹയുടെ ഉള്ളിൽ ഒരു വലിയ സങ്കടമുണ്ട്. കാരണം വിശ്വാസം അവർ സ്വീകരിച്ചെങ്കിലും അവരുടെ ചിലരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അന്ധകാരത്തിൻ്റെ ശക്തികൾ അത് അവരെ അവിഹിത വീഴ്ചയിലേക്ക് നയിക്കുന്നതായിട്ട് പൗലോസ് മനസ്സിലാക്കി. അതുകൊണ്ട് പൗലോസ്ലീഹ ഒരുപാട് സങ്കടത്തോടും ഒത്തിരി ദുഃഖത്തോടും ക്രോധത്തോടും കൂടെ അവരോട് പറയുകയാണ്, വിജാതിയരുടെ ഇടയിൽ പോലും കേൾക്കാത്ത തരം അഭിഹിത വീഴ്ചകൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. സ്വന്തം അപ്പൻ്റെ ഭാര്യയുമായിട്ട് നിങ്ങൾ സഹിക്കുന്നു പോലും, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കുകയാണ്. അതിനു പകരം നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ അവർ പാപം ചെയ്തിട്ട്, മ്ലേച്ഛകരമായ പാപം ചെയ്ത് അതിനെ ഓർത്ത് അഹങ്കരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിലപിക്കുന്നതിന് പകരം അഹങ്കരിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ഓർക്കാൻ, ഒരിക്കൽ ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവൻ്റെ ഒരു പ്രത്യേകത, അവൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അവനിങ്ങനെ വായി നോക്കി നടക്കും, പെൺകുട്ടികളുടെ അടുത്ത് കമൻറ്റ് പറയാനായിട്ട് നടക്കും, ആ പെൺകുട്ടികൾ ഉപദ്രവിക്കാനായിട്ട് പോകും, കൂട്ടുകൂടി അശുദ്ധമായ സംസാരത്തിൽ ഒരുപാട് പറയും, അണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കും, ആത്മപ്രശംസ ചെയ്യും. ഈ ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ അവൻ പല പ്രാവശ്യം പല പെൺകുട്ടികളെ പലതരത്തിൽ അവൻ പീഡിപ്പിക്കാനായിട്ട് നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു വ്യക്തി അവൻ്റെ മുഖത്ത് നോക്കി വളരെ കർശനമായ ഭാഷയിൽ ചോദിച്ചു, നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ? നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇത് ചെയ്യുമോ? അത് അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടുളി പോലെ അങ്ങോട്ട് വന്ന് പതിച്ചു. അവനോട് പറയാണ്, അച്ഛാ, ആ വ്യക്തി അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അവൾ വേറൊരു കോളേജിൽ പഠിക്കുകയാണ്. ഏതെങ്കിലും ചെറുപ്പക്കാർ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എനിക്ക് സഹിക്കുകയില്ലല്ലോ. തുടർന്ന് അദ്ദേഹം പറയാണ്, അച്ഛാ, ആ ഒരു സംഭവത്തോടു കൂടി എൻ്റെ ഈ സ്വഭാവം ഞാൻ അവസാനിപ്പിച്ചു.
അത്രയും കാലം മറ്റുള്ളവരെ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയും അശുദ്ധമായ സംഭാഷണം നടത്തുകയും അത്തരം പാപത്തിലേർപ്പെടുകയും അതിനെക്കുറിച്ചോർത്ത് അഹങ്കരിക്കുകയും ചെയ്തിരുന്ന അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കർത്താവ് വരുത്തുകയാണ്. ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്തുപോയ പാപത്തെ ഓർത്ത് അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മപ്രശംസ നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസം പാപത്തെ ഓർത്ത് പൊട്ടിക്കരയാനും വിലപിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, സാഹചര്യത്തിലാണ് പൗലോസ് പറയണത്. പാപം ചെയ്ത് പാപത്തെ ഓർത്ത് ആത്മപ്രശംസ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളോട് പറയാണ്, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മപ്രശംസ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു പെൺകുട്ടി അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവൾ നല്ല അഹങ്കാരത്തോടും ആത്മപ്രശംസയോടും പറഞ്ഞ, അച്ഛാ, ഞാൻ ആരെയും പ്രേമിക്കാൻ പോവുകയല്ല. എൻ്റെ ക്ലാസ്സിൽ അവർ പ്രേമിക്കുന്നു, ഇവർ പ്രേമിക്കുന്നു, അവർ പാപത്തിൽ കഴിയുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാപത്തിലും പോവുകയല്ല. ഭയങ്കര അഹങ്കാരത്തോടുകൂടി ആത്മപ്രശംസയോടുകൂടി അവൾ പറഞ്ഞ വാക്കുകൾ. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവളെ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ച അവളുടെ അപ്പനും അമ്മയും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവനായ ചെറുപ്പക്കാരനുമായി ഇവൾ പ്രേമത്തിൽ അങ്ങോട്ട് പോയി. അങ്ങനെ പാപത്തിൻ്റെ മേഖലകളിലേക്ക് ഇവൾ കടന്നുപോയി. തുടർന്ന് അവൾ എന്നോട് പറയാണ്, അച്ഛാ, അന്ന് ഞാൻ അഹങ്കരിച്ചു, അന്ന് ഞാൻ ആത്മപ്രശംസ നടത്തി, ഞാൻ പാപത്തിലേക്ക് പോകുകയില്ല എന്ന് ആത്മപ്രശംസ നടത്തി, ഇപ്പോഴും ഞാൻ വലിയ പാപത്തിൻ്റെ കുണ്ടിലേക്ക് വീണിരിക്കുകയാണ്. നമുക്കറിയാം പത്രോസിന്റെ സംഭവം. ആരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഈ പത്രോസ് തള്ളിപ്പറയുകയില്ല എന്ന് യേശുവിന്റെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞതാണ്. പക്ഷെ യേശു പറഞ്ഞു, പത്രോസേ, കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാതിരിക്കാൻ സ്വന്തം ശക്തി കൊണ്ട് പറ്റുകയില്ല. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ സ്വന്തം ശക്തി കൊണ്ട് പറ്റുകയില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആത്മപ്രശംസ നമ്മൾ നടത്തുകയും തമ്പുരാന്റെ കൃപയ്ക്ക് നമ്മൾ തടസ്സം നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആഴത്തിൽ അനുതപിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷത്തിന്റെ 14-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുന്ന സമയത്താണ് ഈശോ പറഞ്ഞത്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പത്രോസിനെ പറ്റിയതുപോലെയുള്ള ഒരു തെറ്റ് നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ ആഴത്തിൽ അനുദപിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും കൊറിന്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ ഹൃദയത്തിലുള്ള ഈ പുളിപ്പ് അത് നീക്കിക്കളയാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ശ്ലീഹായുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ഉള്ളിലുള്ള ഈ പുളിപ്പ് നീ നീക്കിക്കളയണം. പ്രത്യേകിച്ച് ഈ പാപം ചെയ്ത് പാപത്തെക്കുറിച്ച് അഹങ്കരിക്കുന്ന പുളിപ്പ്, ആത്മപ്രശംസ ചെയ്യുന്ന ആ പുളിപ്പ് അത് നീ നീക്കിക്കളയണം. കാരണം കുറച്ച് പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അടുത്ത വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ശക്തമായിട്ട് പറയുകയാണ്, അതുകൊണ്ട് അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് നിങ്ങൾ തുടച്ചു മാറ്റി വിശുദ്ധിയാകുന്ന നീതിയാകുന്ന പുതിയ പുളിപ്പ് കൊണ്ട് തിരുനാൾ ആഘോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയുടെയും തിന്മയുടെയും എല്ലാ പുളിപ്പും ദൂരെ അകറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്.
അതിന് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരം, ആ വ്യർത്ഥ ചിന്തകൾ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി വിശുദ്ധമായ ഹൃദയം ഉണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന ആ സ്വഭാവം മാറ്റി തമ്പുരാന്റെ വലിയ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. മനുഷ്യരിൽ അഭിമാനിക്കുന്ന സ്വഭാവ പ്രകൃതി മാറ്റി തമ്പുരാനിൽ ആശ്രയിക്കുന്ന സ്വഭാവ പ്രകൃതി നമുക്കുണ്ടാകട്ടെ. കൊറിന്തോസിന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചില കുടുംബങ്ങളുടെ, ചില വ്യക്തികളുടെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ പുളിപ്പതാണ്. മനുഷ്യരുടെ പേരിൽ അഹങ്കരിക്കുന്നു. മകന് ലഭിച്ച ജോലിയുടെ പേരിൽ അഹങ്കരിക്കുന്നു. മകൾക്ക് ലഭിച്ച ജോലിയുടെ പേരിൽ അഹങ്കരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള അത്തരത്തിലുള്ള അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ, അഹങ്കാരത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകരാൻ, എളിമയുടെ അഭിഷേകം നമ്മളിലേക്ക് ശക്തമായിട്ട് നിറയാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അന്ന് പത്രോസ് ചെയ്തതുപോലെ ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് നമ്മുടെ ആത്മപ്രശംസ പറയുന്ന സ്വഭാവമായിരിക്കാം. ദൈവത്തിൽ ആഴമായി അടിയുറച്ച് വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ അനുതപിച്ച് മുഴുവൻ ആശ്രയവും മുഴുവൻ സങ്കേതവും ദൈവം മാത്രമാണെന്ന് നമുക്ക് ഏറ്റുപറയുകയും തമ്പുരാന്റെ മുമ്പിൽ അനുതപിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വന്നുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ആഴത്തിൽ അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അനുദപിച്ച് പ്രാർത്ഥിക്കാം. ആത്മപ്രശംസ ചെയ്തിട്ടുള്ള എല്ലാ അവസരങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്ത് ആ പാപം നമ്മൾ പറഞ്ഞു നടക്കുകയും അതിനെ പോസിറ്റീവായിട്ട് പറയുകയും അതിനെപ്പറ്റി അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കാം. പൗലോസ് പറയുകയാണ്, നിന്റെ പാപത്തെ ഓർത്ത് നീ വിലപിക്കുന്നതിന് പകരം നീ അഹങ്കരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, കരങ്ങൾ തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി വന്നുപോയ പാപത്തെ ഓർത്ത് ആഴത്തിൽ അനുദപിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ പാപം ചെയ്തിട്ട് പാപത്തെപ്പറ്റി ഞങ്ങൾ ആത്മപ്രശംസ ചെയ്തു, അഹങ്കരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. വിലപിക്കേണ്ടതിന് പകരം ആത്മപ്രശംസ ചെയ്ത് അഹങ്കരിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത്, ഓരോ സാഹചര്യങ്ങളെ ഓർത്ത്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അശുദ്ധികളെല്ലാം ഓർത്ത് ഞങ്ങളിത് അനുദപിക്കുന്ന കർത്താവേ, ഞങ്ങളിത് വിലപിക്കുന്ന കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. പൊട്ടിക്കരയാൻ കൃപ നൽകണമേ കർത്താവേ. പാപത്തിൻ്റെ പഴയ പുളിപ്പിനെ ദൂരെ അകറ്റി വിശുദ്ധിയും സത്യവുമാകുന്ന പുതിയ പുളിപ്പ് കൊണ്ട് തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആഴമായ അനുതാപത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും നിറയട്ടെ. പാപത്തെക്കുറിച്ച് ഓർത്ത്, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതിനോർത്ത് ആഴത്തിൽ കരയട്ടെ, പശ്ചാത്തപിക്കട്ടെ, വിലപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എല്ലാ മക്കളിലേക്കും വർഷിക്കണം യേശുവേ. പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ചുള്ള വലിയ ഓർമ്മ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ സന്നിധാനത്തിങ്കിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കാം. കുറവുകളും ബലഹീനതകളും പോരായ്മകളുള്ള നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക ഈശോയ്ക്ക്. പ്രത്യേകിച്ച് പൗലോസ് പഠിപ്പിക്കുന്നത് പോലെ പഴയ പുളിമാവിനെ നമുക്ക് തുടച്ചു നീക്കാം, നീക്കിക്കളയാം. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമാണല്ലോ പരിശുദ്ധ കുർബാന. കരങ്ങൾ ഈശോയുടെ പക്കലേക്കൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തലവടൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ നിറയും. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയ അന്തർഭാഗങ്ങളെ സ്പർശിക്കും.
മനസ്സിൻ്റെ മേഖലകളെ പരിശുദ്ധാത്മാ സ്പർശിക്കും. കുറ്റബോധം എല്ലാം മാറ്റി ആഴമായ അനുതാപം നൽകി അനുഗ്രഹിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ മൂടി ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ പാപം ചെയ്തതിന് ശേഷം പാപത്തെയോർത്ത് അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ പാപത്തെയോർത്ത് നിങ്ങൾ വിലപിക്കുകയല്ലേ ചെയ്യേണ്ടത്? വിലപിക്കുന്നതിന് പകരം പാപത്തെയോർത്ത് അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ അനുദപിച്ച് ഈശോയോട് പറ, ഈശോയെ തെറ്റുപറ്റി, ഈശോയെ ക്ഷമിക്കണം. ഈശോയെ ഒരുപാട് പാപം ചെയ്തതിന് ശേഷം പാപത്തെയോർത്ത് അഹങ്കരിച്ച് ഈശോയെ വിലപിക്കാൻ സാധിച്ചില്ല. ഈശോയെ ക്ഷമിക്കണമേ, ഈശോയെ കരുണ കാണിക്കണേ ഈശോ. ഈശോയോട് പറ, ഈശോ ക്ഷമിക്കും, ഈശോ കരുണ കാണിക്കും, ഈശോ സ്പർശിക്കും, ഈശോ അഭിഷേകം ചെയ്യും. ഇവിടെ എല്ലാ ബലഹീനതകളും ബലമുള്ള കർത്താവിന് നമുക്ക് കൊടുക്കാം. എല്ലാ പോരായ്മകളും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ലാത്ത കാര്യമാണ് ആത്മപ്രശംസ. എല്ലാ മേഖലകളെയും, പാപത്തിൻ്റെ ഓരോ മേഖലകളെയും, പ്രത്യേകിച്ച് അഹങ്കാരം, ആത്മപ്രശംസ നടത്തിയ എല്ലാ മേഖലകളെ ഓർത്ത് തിന്മയാകുന്ന പുളിപ്പിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് കൈകൾ ഉയർത്തി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. എല്ലാവരും മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, അധരം തുറന്ന് ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ എല്ലാ മക്കളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മപ്രശംസയുടെ ആത്മാവ് വിട്ടുമാറിപ്പോയി എളിമയുടെ ആത്മാവ് എല്ലാവരിലേക്കും നിറയട്ടെ. അനുതാപത്തിന്റെ ആത്മാവ് എല്ലാവരിലേക്കും നിറയട്ടെ. വിലപിക്കുവാനുള്ള അഭിഷേകം എല്ലാം മക്കൾക്കുണ്ടാകട്ടെ. പാപത്തോർത്ത് പൊട്ടിക്കരയാനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിന്റെ മക്കളെ സ്പർശിക്കണം യേശുവേ. നിന്റെ ആത്മാവിനാൽ പൂരിതരാക്കണം യേശുവേ. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് രാജേഷ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. 2006 ജൂലൈയിൽ എനിക്കൊരു പ്രത്യേക അസുഖം ഉണ്ടായി. എൻ്റെ ഹിപ്പിന് ഒരു പെയിൻ വന്നു. എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ദീർഘമായിട്ടുള്ള ചികിത്സയായിരുന്നു. 2008 നവംബറിൽ ഞാൻ പാലക്കാട് ടൗൺ ഹാൾ പ്രോഗ്രാമിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2007 പാലക്കാട് ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ മാസവും 3-ാം ഞായറാഴ്ച പാലക്കാട് ടൗൺ ഹാളിൽ ഈ അട്ടപ്പാടിക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി പാലക്കാട് ടൗൺ ഹാളിൽ ഒരു 1 ഡേ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ രാജേഷ് അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ബ്രദർ ജോലി നഷ്ടപ്പെട്ടവരും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ എണീപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ ബാംഗ്ലൂർ ജോലി സ്ഥലത്ത് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. കർത്താവിനെ സ്തുതി. ഇപ്പോൾ ഈ ധ്യാനം കൂടാൻ വേണ്ടി അല്ലേ, ബാംഗ്ലൂർ ജോലി സ്ഥലത്ത് നിന്നാണ് ഈ ധ്യാനം കൂടാൻ വേണ്ടി അവിടെ നിന്ന് രാജേഷ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാതെ കാരണം രോഗത്തെ തുടർന്ന് അത് രാജിവെച്ച് പിന്നെ ജോലിയില്ലാതെ പാലക്കാടായിരുന്നു. അപ്പോഴാണ് ഇതുപോലത്തെ ഒരു 1 ഡേ പ്രോഗ്രാമിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് അപ്പോൾ ജോലി ഇല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പ്രേരണ കൊടുത്തു. അപ്പോൾ ജോലി ഇല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് ഡെലിവറൻസ് പ്രാർത്ഥന ഇത് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തന്നെ ബാംഗ്ലൂർ ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ആൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോലഴി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കൈമുട്ട് ജോയിൻറ്റുകളെല്ലാം, കാലും കൈയിൻ്റെയും ജോയിൻറ്റുകളിലെല്ലാം വേദനയും നീരുമായിട്ട് ഇംഗ്ലീഷ് ഹോസ്പിറ്റലിലും കാണിച്ചു. എന്നിട്ട് മാറാതെ തൃശ്ശൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം രോഗിയായി കിടന്നു. എന്നിട്ടും അസുഖത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. ഒക്ടോബറിൽ ഇവിടെ വന്ന് ആ വേദനയോട് കൂടി തന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ പൂർണ്ണമായി ആൾക്ക് സൗഖ്യം ലഭിച്ചു.
ആൾ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ജോലി എന്താ ചെയ്യണത്? ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. പക്ഷേ ജോയിന്റുകൾക്ക് വേദന. ഓട്ടോറിക്ഷ ഓടിക്കാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ കാല് ബ്രേക്ക് ഓട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ 2 മാസം പോകാൻ പറ്റാതിരുന്നു. ഓടിക്കേണ്ട ബ്രേക്ക് ഓട്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ശരിക്കും ആ രോഗം വന്നപ്പോൾ എന്താ ബുദ്ധിമുട്ടായിരുന്നു? എല്ലാ ജോയിന്റുകളും വേദന. മെയിനായിട്ട് കാല് പെയിൻ നീരൊക്കെ വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മൂത്രം വരെ ഒഴിക്കാൻ പോകാൻ പറ്റാത്ത, മൂത്രം പോലും ഒഴിക്കാൻ പോകാൻ പറ്റാത്ത അത്രയും കൈകാലുകൾ വേദന കൊണ്ട് നീരുവാലും വലയുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ചികിത്സിക്കാനൊക്കെ കുറച്ച് ട്രീറ്റ്മെന്റ് എല്ലാ ടെസ്റ്റുകളും നടത്തി. അതായിട്ട് ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് സഖിയോൺ ധ്യാന കേന്ദ്രത്തിലെ കഴിഞ്ഞ 2008 ഒക്ടോബറിലെ ധ്യാനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ കൈയടിച്ചു, തുള്ളിച്ചാടി, പൂർണ്ണമായിട്ട് ഈശോ സുഖപ്പെടുത്തി. ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ കൂടെ നന്നായിട്ട് ഒരു പുലിക്കുട്ടീനെ പോലെ ഓടി പാഞ്ഞ് നടക്കുന്നു. അന്ന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തെ ധ്യാനത്തിനായിട്ട് ആള് ഈ ചേച്ചിയുടെ ആങ്ങളയ്ക്ക് വേണ്ടി ധ്യാനം ബുക്ക് ചെയ്ത് പോയിരുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞാൽ 25 വർഷത്തോളം എൻ്റെ ഓർമ്മ വെച്ച നാളെ തൊട്ട് മദ്യപാനത്തിനും പുകവലി, ചുണ്ടിൽ നിന്ന് എടുക്കില്ല സിഗരറ്റ്, അത്രമാത്രം സിഗരറ്റ് വലിക്കുന്ന ചേട്ടനായിരുന്നു. ചെയിൻ സ്മോക്കർ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ പൂർണ്ണമായിട്ട് 1 വർഷമായിട്ട് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിച്ചു. അടുത്ത മാസം ഇവിടെ വന്ന് ധ്യാനം കൂടും. പിന്നെ മദ്യവെച്ചിട്ടും പുകവെച്ചിട്ടില്ല. 1 വർഷമായിട്ട് ഈസ്റ്ററും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25 വർഷമായ മദ്യപാനം, ആങ്ങളുടെ മദ്യപാനം കർത്താവ് എടുത്തു. ജൂൺ മാസത്തിൽ ഇങ്ങനെ ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയ്ക്ക് 1 വർഷത്തിലധികമായി രാത്രി ഉറക്കഗുളിക കൊടുത്താൽ പോലും ആൾ ഉറങ്ങില്ല. ഭയങ്കരവിധ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇത്രയും സാക്ഷി ഞങ്ങളെ ഭവനത്തിൽ തന്ന ഈശോയെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈ അമ്മയ്ക്ക് നീ സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ ഉരുകി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അമ്മയ്ക്ക് ഉറക്കഗുളികയില്ലാതെ തന്നെ അമ്മ ഉറങ്ങുവാൻ സാധിച്ചു. പൂർണ്ണമായും യേശുവിനെ രക്ഷകനും ആദരമായി സ്വീകരിച്ചുകൊണ്ട് അമ്മ സെപ്റ്റംബർ അമ്മയ്ക്ക് എത്ര നാളായിട്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 1.5 വർഷത്തോളമായി ഉറക്ക ഗുളിക കൊടുത്തിട്ട് മാത്രം ഉറങ്ങിയിരുന്ന അമ്മയാണ്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് രാത്രിക്ക് ഗുളിക കൊടുത്താലും പിന്നെ ഉറങ്ങാതെ കിടന്ന് ഡിസ്റ്റർബൻസ്, ബുദ്ധിമുട്ട്, അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴെന്താ ഉണ്ടായത്? അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ? കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടാൽ പോരാ, കുടുംബം ഒന്നിച്ചിരുന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണണം. എന്നിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് 2-3 പേർ എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എന്തും എൻ്റെ സ്വർഗസ്വനായ പിതാവ് ചെയ്തു തരുന്ന വചനപ്രകാരം. അപ്പോൾ അന്ന് ഈ കുടുംബത്തിലെ അമ്മച്ചിയുടെ ആ രാത്രി കാലത്ത് ഉറക്കം കിട്ടാത്തതിൻ്റെ വിഷമം കർത്താവ് എടുത്ത് മാറ്റി. അതിനുശേഷം പിന്നെ എന്നും നല്ല സുഖമായിട്ട് ഉറങ്ങണുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നല്ല സുഖമായിട്ട് നിദ്ര കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പിന്നെ മരിക്കുന്നത് വരെ അമ്മച്ചിക്ക് നല്ല നിദ്ര കൊടുത്ത്, നല്ല ഉറക്കം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഒരു നല്ല മരണം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങി സൈന്യബലത്താലല്ല, സന്തോഷിച്ച്, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്.